സംസ്ഥാനത്ത് ഗതാഗത നിയമലംഘകർക്ക് മേൽ പിടിവീഴും. നോട്ടീസ് ലഭിച്ചിട്ടും പിഴ അടയ്ക്കാത്തവരെ കണ്ടെത്തും. ഓരോ ജില്ലയിലും കൂടുതൽ പിഴയുള്ള 1000 പേരെ കണ്ടെത്തും. എന്നിട്ട് വീടുകളിലെത്തി പിഴ അടപ്പിക്കാനാണ് തീരുമാനം. പോലീസ് മോട്ടോർ വാഹന വകുപ്പ് സംയുക്ത പരിശോധനയുടെ ഭാഗമായാണ് നടപടി. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. കാരണം ഗതാഗത നിയമലംഘകർക്ക് നോട്ടീസ് കൃത്യമായി അയക്കുന്നു, പക്ഷേ പിഴ കൃത്യമായി അടയ്ക്കുന്നില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നുള്ള നടപടിയാണ്. അതിന് പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി നീക്കം നടത്തുമെന്നുള്ളതാണ്. അതിൽ എങ്ങനെയാണ് ഈ നോട്ടീസ് ലഭിച്ചവർക്ക് അവരെ കൊണ്ട് പിഴ അടപ്പിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. അതിന് പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി സ്വീകരിക്കുന്ന നിലപാട് ഈ നോട്ടീസ് ലഭിച്ചിട്ടും പിഴ അടയ്ക്കാത്തവരെ കണ്ടെത്തും. അതിൽ തന്നെ ഓരോ ജില്ലയിലും കൂടുതൽ പിഴയുള്ള 1000 പേരെയാണ് ആദ്യം കണ്ടെത്തുക. എന്നിട്ട് അവരുടെ വീടുകളിലെത്തി പിഴ അടപ്പിക്കാനാണ് തീരുമാനം. രശ്മി കാർത്തിക ചേരുന്നു വിവരങ്ങളുമായി. രശ്മി, ഈ പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി ഈ 1000 പേരുടെയും വീടുകളിലെത്തി പിഴ അടപ്പിക്കാനുള്ള നീക്കം, അതായത് ഇതിൽ നൽകിയിരിക്കുന്ന അഡ്രസ്സ് ഏതാണോ ആ അഡ്രസ്സിലേക്ക് പോവുക, മേൽവിലാസത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. അവിടെ ഈ വാഹന ഉടമയെ കണ്ടെത്താനാകുമെന്നാണോ പ്രതീക്ഷ? അതെങ്ങനെ നടപ്പിലാക്കാൻ കഴിയും? കഴിഞ്ഞ ദിവസം പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായൊരു യോഗം ചേർന്നു. ഈ യോഗ തീരുമാനമാണ് ഇത്. അതായത് ഈ പിഴ അടയ്ക്കാത്ത നോട്ടീസ് ലഭിച്ച ഭൂരിഭാഗം ആളുകളും പിഴ അടച്ചിട്ടില്ല. ഇവരെ നിർബന്ധമായി പിഴ അടപ്പിക്കുക, അതിനുള്ള നടപടികൾ സ്വീകരിക്കാനാണ് തീരുമാനമായിരിക്കുന്നത്. പിഴ അടയ്ക്കാത്തവരുണ്ടെങ്കിൽ അവരുടെ വീടുകളിലേക്ക് നേരിട്ട് എത്തുക, അതിനുശേഷം പിഴ അടപ്പിക്കാനുള്ളൊരു തീരുമാനമാണ്. അതും 1000, ഓരോ ജില്ലയിലും കൂടുതൽ പിഴയുള്ള 1000 പേരെ കണ്ടെത്തുക, അതിനുശേഷം അവരുടെ വീടുകളിലേക്ക് പോയി ആ പിഴ അടപ്പിക്കുക. അത്തരത്തിലുള്ളൊരു തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത്. ഈ വാഹനാപകടങ്ങൾ സംസ്ഥാനത്ത് തുടർക്കഥയാകുന്ന സാഹചര്യമുണ്ട്. നിരവധി ജീവനുകൾ പൊലിയുന്ന സാഹചര്യമുണ്ട്. വ്യാപകമായി വിമർശനവും പ്രതിഷേധവും ഒക്കെ ഉയർന്നു വരുന്നൊരു സാഹചര്യമുണ്ട്. ഈ വർദ്ധിക്കുന്ന വാഹനാപകടങ്ങളിൽ യാതൊരു നടപടിയും സർക്കാർ കൈക്കൊള്ളുന്നില്ല എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഇതിന്റെ അടിസ്ഥാനത്തിൽ മോട്ടോർ വാഹന വകുപ്പും പോലീസും തമ്മിലൊരു സംയുക്ത യോഗം ചേർന്നു. ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം ചേർത്തിരുന്നത്. മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ ആണ് ഇത്തരത്തിൽ 7 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. അതായത് ഹെൽമറ്റ് ധരിക്കാതെ യാത്ര ചെയ്യുന്നവരെ കൃത്യമായി തന്നെ കണ്ടെത്തുക, മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ കണ്ടെത്തുക, അമിത ഭാരത്തോടുകൂടി പോകുന്ന വാഹനങ്ങൾ കണ്ടെത്തുക, അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ കുട്ടികളെ അശ്രദ്ധമായി വെക്കുക, ഈ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ വാഹനം ഓടിക്കുക, ഇതെല്ലാം തന്നെ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളും. അതും പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി അതിനുള്ള നടപടികളിലേക്ക് കടക്കുമെന്നുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിരുന്നു. അതിൽ ഒന്നാണ് ഇത്തരത്തിൽ പിഴ നിർബന്ധമായി. ഇനി പിഴ അടയ്ക്കാനുള്ളവരിൽ നിന്നും ആ പിഴത്തുക പിരിച്ചെടുക്കുക. അവർ തന്നില്ല എന്നുണ്ടെങ്കിൽ വീടുകളിലേക്ക് തന്നെ നേരിട്ട് എത്തി ഉടമസ്ഥനിൽ നിന്നും ആ പണം വാങ്ങുക എന്നുള്ള ഒരു നീക്കത്തിലേക്ക്, അതും ഓരോ ജില്ലയിലെ ഏറ്റവും കൂടുതൽ പിഴ അടയ്ക്കാനുള്ള ആദ്യ 1000 പേരുടെ പട്ടികയായിരിക്കും തയ്യാറാക്കുക. അതിനുശേഷമായിരിക്കും ഇത്തരത്തിൽ പിഴത്തുക ഈടാക്കാനുള്ള ശ്രമം നടക്കുക. ഒപ്പം തന്നെ പരിശോധന, ഈ AI ക്യാമറകൾ കൂടുതൽ സ്ഥാപിക്കുകയും കൃത്യമായി തന്നെ പിഴ ഗതാഗത നിയമലംഘനത്തിന് പിഴ ഈടാക്കാനുള്ള ഒരു നിർദ്ദേശവും യോഗത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം പോലീസും മോട്ടോർ വാഹന വകുപ്പും തമ്മിൽ ചേർന്ന സംയുക്ത യോഗത്തിലെടുത്ത തീരുമാനമാണ്. വീര. ഓക്കെ, ശരി രശ്മി.